വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ ഹെൽത്ത് കെയർ ജോബ്സ് ഇൻ അയർലൻഡ്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ്. അതിപ്പോൾ നിങ്ങൾ നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാളാണെങ്കിലും, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും, അതേപോലെ വേറെ ഏതെങ്കിലും ഫീൽഡിൽപ്പെട്ട ആളാണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഒരേപോലെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഏത് ഫീൽഡിലുള്ള ആളാണെങ്കിലും ഫസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആണ്. അപ്പൊ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ഏത് കൺട്രിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്, പിന്നെ നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ ഏത് ഫീൽഡാണ് പഠിച്ചത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഏതാണ്. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് 3 years എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 years എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സ് ആണെങ്കിൽ ഞാൻ ഇന്ന പോലെ നഴ്സിംഗ് ഇന്നടത്തുനിന്ന് പഠിച്ചു, എനിക്ക് ഇത്ര വർഷം നേഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽത്ത് കെയർ വർക്കറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പം എന്ന് പറഞ്ഞ് അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഇന്ന ഫീൽഡാണ്, പക്ഷെ എനിക്ക് കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതിന് മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായത്. ഇനി മുന്നോട്ട് ഓൾഡർ പേഴ്സൺസിനെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ജോബ് ഇപ്പൊ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ഗ്യാസ് അടിക്കാം. അത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അവരെ കൊണ്ട് ചോദിപ്പിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അപ്പൊ നമ്മൾ അങ്ങോട്ടങ്ങ് പറയുക. നമുക്കറിയാം മെയിൻ ആയിട്ട് യൂറയാണ് ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാരണം, പക്ഷെ അതൊന്നും പറയരുത്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നല്ലതായിട്ട് അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് സ്ട്രെങ്തും വീക്ക്നെസ്സും. സ്ട്രെങ്ത് നമുക്ക് എന്ത് വേണേലും പറയാം. ഞാൻ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പറയാം. വീക്ക്നെസ് അതുപോലെ തന്നെ, ഞാൻ ആരോടും നോ പറയാത്തൊരു ആളാണ്. സോ അതുകൊണ്ട് എന്നെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഞാനത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അതെങ്ങനെയാണെന്നുള്ള കാര്യം പറയുക. ഇപ്പൊ നിങ്ങൾ എന്ത് വീക്ക്നെസ് പറഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. അല്ലാതെ വീക്ക്നെസ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര ലേസിയാണ് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അപ്പൊ ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ അവർ നിങ്ങളെ റിജക്ട് ചെയ്യും. അപ്പം ഒരു നല്ലൊരു ഗുണം തന്നെ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് മാറ്റിയിട്ട് അത് ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതാണ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിന്റെ കേസിൽ നിങ്ങൾ പറയേണ്ട ആൻസർ. പിന്നെ അടുത്തത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിമെൻഷ്യ. കാരണം അയർലൻഡില് ഒത്തിരി ഉള്ള ഒരു കണ്ടീഷനാണ് ഡിമെൻഷ്യ, എസ്പെഷ്യലി ഓൾഡർ പേഴ്സൺസിൽ. നിങ്ങൾ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡിമെൻഷ്യ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ട വരും. ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളോട് ചോദിക്കുവാണ് എന്താണ് ഡിമെൻഷ്യ, നിങ്ങൾ ആ ഒരു കണ്ടീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ് എന്ന് പറയണ്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ഡിമെൻഷ്യ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാനത് പറഞ്ഞുതരാം. Dementia is a term for several diseases that affect memory, thinking, and the ability to perform daily activities. സോ ഇപ്പൊ നിങ്ങൾക്ക് ഡിമെൻഷ്യ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനിയും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. പിന്നെ നഴ്സിംഗ് ഹോമിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് ഫോൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഫോൾസ് ഉണ്ടാകും. എന്നാലും അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞുതരാം. Using non-slip mats in the bathroom, mopping up spills to prevent wet, slippery floors, ensuring all rooms, passages, and staircases are well lit, removing clutter, getting help lifting or moving items that are heavy or difficult to lift. സോ അതൊരു കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇപ്പൊ കോവിഡ് ഒക്കെ കഴിഞ്ഞ ടൈമാണ്, അതേപോലെ തന്നെ ഒത്തിരി ഡിസീസസ് ഉണ്ട് അയർലൻഡിലല്ല ഏതൊരു കൺട്രിയിലായാലും ഒത്തിരി ഡിസീസസ് ഉണ്ട്. സോ ആ ഒരു ഡിസീസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഐസൊലേറ്റ് ചെയ്യും പേഷ്യൻസിനെ. അപ്പൊ അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയുന്ന ആൻസർ ഞാൻ പറഞ്ഞുതരാം. Isolation board, hand hygiene, use of appropriate PPE, injection and sharp object safety, and proper disposal. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സേഫ് ഗാർഡിംഗ്. സേഫ് ഗാർഡിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. Safeguarding means protecting a citizen's health,
well-being, and human rights, enabling them to live free from harm, abuse, and neglect. പിന്നെ അയർലൻഡിലുള്ള ഒരു ഇൻസ്പെക്ഷൻ ആണ്, നമ്മുടെ നാട്ടിലെ NABH ഇൻസ്പെക്ഷൻ ഒക്കെ പോലെ അയർലൻഡിലുള്ളതാണ് ഹിക്വ ഇൻസ്പെക്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഈ ഹിക്വ എന്ന് മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് എന്താണ് ഹിക്വ, അല്ലെങ്കിൽ നിങ്ങൾ ഹിക്വ ഇൻസ്പെക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാനായിട്ട് ഒരു ആൻസർ വേണം. അതെന്താന്ന് പറഞ്ഞുതരാം. The Health Information and Quality Authority is an independent authority established to drive high quality and safe care for people using our health and social care services in Ireland. പിന്നെ നഴ്സിംഗ് ഹോമിലൊക്കെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലായാലും ഒരേപോലെ ചാൻസസ് ഉള്ളതാണ് പേഷ്യന്റ് അബ്സ്കോണ്ട് ആയി പോകാനായിട്ട്. അങ്ങനെ പേഷ്യന്റ് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം. Report to the patient's next of kin. Specialty team if patient has been admitted or had a consultation. Consider contacting the GARDE. Follow up with the patient's GP. Complete an incident form. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ഒരു പേഷ്യന്റ് ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആയി, നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Remain calm, listen to what they are saying, ask open-ended questions, reassure them, maintain eye contact, keep an adequate distance from the patient, call security if patient is too much aggressive. If possible, move the patient to an area away from public view. സോ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ജോബിന്റെ ഇന്റർവ്യൂവിന് ചോദിക്കാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇവയ്ക്ക് പുറമെ വേറെ എന്തെങ്കിലും എക്സ്ട്രാസ് ചോദിച്ചെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇത് കമ്പൽസറി ആയിട്ട് കാണും, അല്ലെങ്കിൽ ഇതിലൊരു 2-3 ക്വസ്റ്റ്യൻ എങ്കിലും കാണും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.